തുടക്കം മാംഗല്യം തന്മുനായ. ഓക്കെ, സോ അപ്പോൾ ഇന്ന് കേട്ടറ്റ് 3യുടെ ക്ലാസ് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വീഡിയോ എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് സൗണ്ട് അതിനകത്ത് വന്നില്ല. ഓക്കെ, ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തുണ്ടായിരുന്നു. അത് മൊത്തം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സൗണ്ട് ആഡായില്ല അതിനകത്ത്. എന്നിട്ട് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേഡറ്റ് 3 ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോർട്ട് വില്യം കോളേജ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കേഡറ്റ് 3 ഹിന്ദിയുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു കൂടുതൽ വീഡിയോസൊക്കെ എണ്ണം കുറച്ചുകൂടി കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്താണ് നമ്മൾ കൂടുതലും ഇനി വരുന്ന വീഡിയോസൊക്കെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കും. അതിന് ശേഷം ലാസ്റ്റ് ആ ക്വസ്റ്റ്യനും കൂടി നോക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടറ്റ് 4 ഹിന്ദിയുടെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ ടോപ്പിക്കും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ 3 ഹിന്ദിക്ക് വേണ്ടിയും ഈ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തതാണ്. പക്ഷേ നോക്കിയപ്പോൾ പിന്നെ അതിനകത്ത് സൗണ്ട് ഇല്ല. അതുകൊണ്ട് ഒന്നുകൂടി റീടേക്കാണിത്. ഓക്കെ, നമുക്ക് നോക്കാം ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച്. അതിനു മുമ്പ് കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 150 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ചാൽ അവിടെ കുഴപ്പമില്ല. 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കേട്ടറ്റ് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. 100 മാർക്ക് വേണ്ട, ജനറൽ കാറ്റഗറിക്ക് വരെ 90 മാർക്സ് മതി. പക്ഷെ നമ്മൾ ഒരു 100 മാർക്സ് ടാർഗറ്റ് വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പം മെയിനായിട്ട് പറയുവാണെങ്കിൽ അത്രയും മാർക്സ്, അതായത് ഒരു 50 എണ്ണം നിങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമില്ല. ബാക്കി 100 എണ്ണം നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കുക. അപ്പം എങ്ങനെ ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു ജേർണി സിംപ്ലിഫൈ ചെയ്ത് തരാൻ ഞാൻ നോക്കാം. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സിലബസ് വലിയൊരു സിലബസ്, 3 ഒക്കെ എടുത്തുവാണെങ്കിൽ വലിയൊരു സിലബസ്, ഒത്തിരി കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു കേട്ടറ്റ് ജേർണി സിംപ്ലിഫൈ ചെയ്ത് തരാൻ ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ചാണ്. അപ്പം ഇതിൻ്റെ നോട്ട് PDF ഇതെല്ലാം തന്നെ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മൾ പെയ്ഡ് ക്ലാസ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നോട്ട് ക്ലാസ്സൊക്കെ ഇപ്പോൾ നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. വാട്സാപ്പ് ചാനലുണ്ട്, പക്ഷേ അതിനകത്ത് നമുക്ക് PDF അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കറൻ്റ്ലി ചെയ്യുന്നത് ടെലഗ്രാമിലാണ്. പിന്നെ നമ്മൾ വാട്സാപ്പിലാണെങ്കിൽ അതൊരു ടൈം ലിമിറ്റൊക്കെ കഴിയുമ്പോൾ അത് പോകും. ഓക്കെ, നമ്മൾ ടെലഗ്രാമിലാണെങ്കിൽ കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതായത് ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള നോട്ട്സ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മളിത് ടെലഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് PDF ആയിട്ട്. ഇപ്പോൾ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാലും കുറച്ച് ചടങ്ങാണ്. ടെലഗ്രാമിലാകുമ്പോൾ സിമ്പിളാണ്, എനിക്കും എളുപ്പമാണ്, നിങ്ങൾക്കും ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാമിലായിരിക്കും നമ്മൾ നോട്ട്സ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലോഗിലാണെങ്കിൽ നമുക്ക് പ്രിൻ്റഡ് ആണെങ്കിൽ എളുപ്പമായിരുന്നു, നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ PDF ആയിട്ട് കളർഫുള്ളായിട്ടാണ് എല്ലാ നോട്ടും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് PDF ഇടുക ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെലഗ്രാമിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കണമെങ്കിൽ ടെലഗ്രാമിലായാലും നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടറ്റ് 3 ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട ഫോർട്ട് വില്യം കോളേജ് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ബിഗിനിങ് ആണ് കേട്ടറ്റ് 3 ഹിന്ദിയുടെ. ഫോർട്ട് വില്യം കോളേജ് അതായത് ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ കുറേ ടേണിംഗ് പോയിൻറ്റ്സുകളുണ്ട്, അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്നിട്ടുള്ള കുറേ ടേണിംഗ് പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർട്ട് വില്യം കോളേജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പല എക്സാമിനും ചോദിക്കാറുണ്ട്. ഇപ്പോൾ കേട്ടറ്റ് ആണെങ്കിലും JLT ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ഓക്കെ, സോ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് PYQ സെക്ഷൻ അല്ല, ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന എല്ലാ വീഡിയോസും തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഫോർട്ട് വില്യം കോളേജ് की स्थापना लॉर्ड वेलेस्ली ने 18 अगस्त 1800 ईस्वी में कोलकाता में की थी. അപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, പക്ഷേ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ഒരൊറ്റ സെൻറ്റൻസിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്ന ഫോർട്ട് വില്യം കോളേജ് की സ്ഥാപന, ആരാണിത്
ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? ലോർഡ് വെല്ലസ്ലി പ്രഭു ആണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തേത് എന്നാണിത് സ്റ്റാർട്ട് ചെയ്തത്? 18 അഗസ്റ്റ് 1800 में 1800 ആഗസ്റ്റ് 18 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി എവിടെയാണ് തുടങ്ങിയത്? കൊൽക്കത്ത മേക്കീതി, കൊൽക്കത്തയിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫോർട്ട് വില്യം കോളേജ് ലോർഡ് വെല്ലസ്ലി പ്രഭു 1800 കൊൽക്കത്തയിലാണ് തുടങ്ങിയത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് സെൻറ്റൻസ്. അതിൽ നിന്നൊരു 3-4 മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇപ്പോൾ ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച് ഇപ്പോൾ ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ, പക്ഷേ പല ഇതിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്താണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബ്രിട്ടീഷ് अधिकारियों को भारतीय भाषाओं में प्रशिक्षण देना. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് ഇന്ത്യൻ ലാംഗ്വേജസിൽ ട്രെയിനിങ് കൊടുക്കുക. ഇതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇന്ത്യൻ ലാംഗ്വേജസിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. എന്നാലാണ് അവർക്ക് ഇന്ത്യക്കാരെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി എവിടെയാണ് ഫോർട്ട് വില്യം കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫോർട്ട് വില്യം കോളേജ് ഭാഷാओं के अध्ययन का केंद्र है. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ്, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നടന്നത്. അതിലാണ് ഫോക്കസ് ചെയ്തത്. ഓക്കെ, ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജസ്റ്റ് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന മുതൽ നമ്മളുടെ നേഷൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ലാംഗ്വേജ് തന്നെയാണ് അതിൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ലാംഗ്വേജ് ആവശ്യമാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് നമുക്ക്, ആ രീതിയിലൊക്കെ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു പോയിൻ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 2010 നമ്മളുടെ സൽമാൻ ഖാൻ, സെറീൻ ഖാൻ, സോഹൈൽ ഖാനൊക്കെ അഭിനയിച്ച ഒരു സിനിമ റിലീസായിരുന്നു. അതിൻ്റെ പേരാണ് വീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇന്ത്യയിലുള്ളവർ കുറച്ച് പേര് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഫോറിനിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ എന്തോ ആണ്, ഒരു കോളേജിലെങ്ങാണ്ട് ചെല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ബ്രിട്ടീഷുകാർ ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ബിഹേവിയർ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന കുറച്ച് സീൻസൊക്കെ അതിനകത്ത് ഉണ്ട്. അതായത് അവരുടെ ബിഹേവിയർ, ഇന്ത്യക്കാരെ കാണുമ്പോൾ അവരുടെ ബിഹേവിയർ എന്താണ്, എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നൊക്കെയുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട് അതിനകത്ത്. നിങ്ങൾ ആ സിനിമ അല്ലെങ്കിൽ ആ സീനൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് അവരുടെ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു സിനിമയിലും കൂടി ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശ്രീദേവി, സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ശ്രീദേവി ആണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിനകത്തും കാണിക്കുന്നുണ്ട്. പക്ഷേ വീറിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണകാലമൊക്കെ കാണിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് മീൻസ് അവരുടെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫിലിംസൊക്കെ നമുക്ക് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി പോയിന്റ്സിലേക്ക് പോകാം. ഫോർട്ട് വില്യം കോളേജ് ദ്വാരാ ഭാരത് की विभिन्न भाषाओं की हजारों पुस्तकों का अनुवाद किया गया. അപ്പോൾ ഇതിൽ നമ്മളുടെ രാജ്യത്തുള്ള അതായത് ആയിരക്കണക്കിന് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഈ ഒരു കോളേജ് വഴി. ജിന്മേം ഉറുദു, ഹിന്ദി, ബംഗ്ല, സംസ്കൃത് ആദി ഷാമിൽ. അപ്പോൾ ഇതിലൊക്കെയുള്ള ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ കോളേജ് ഒരു വഴികാട്ടിയായി. ഓക്കെ, ഈ സംസ്ഥാനം ജോൺ ഗിൽക്രൈസ്റ്റ് ഹിന്ദുസ്ഥാനി വിഭാഗ അധ്യക്ഷ നിയുക്ത് കിയെ ഗയെ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇവിടെ ഹിന്ദുസ്ഥാനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷനായിട്ട് വന്ന് ജോൺ ഗിൽക്രൈസ്റ്റ് ആണ്. നമ്മൾ കോളേജസുകളിൽ നോക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓരോ കോളേജസിലും ഇപ്പോൾ ഹിന്ദി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എക്സെട്ര ഉണ്ട്. സോ അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഹിന്ദുസ്ഥാനി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് വന്ന ജോൺ ഗിൽക്രൈസ്റ്റ് ആണ്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അല്ല, ഫോർട്ട് വില്യം കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഇൻ ഷോർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സ്ഥാപനമാണ് ജൂലൈ 1800 ഓക്കെ, ആദ്യത്തിൽ നമ്മൾ 18 കൊടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ആയിരിക്കും.
എന്തായാലും 1800 കൺഫേം ആണ്. 1800 ഇസ്വിയിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. സ്ഥാപക് ലോർഡ് വെല്ലസ്ലി പ്രഭുവാണ്. തത്കാലീന ഗവർണർ ജനറൽ ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് വെല്ലസ്ലി പ്രഭുവാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫൗണ്ടർ അദ്ദേഹമാണ്. സ്ഥാൻ കൊൽക്കത്ത ഫോർട്ട് വില്യം പരിസർ കൊൽക്കത്ത അത്ര ഓർത്തിരുന്നാൽ മതി. ഉദ്ദേശിച്ച് ബ്രിട്ടീഷ് അധികാരിയോं ഭാരതീയ ഭാഷാമേ പ്രശിക്ഷൺ ദേന. ഓക്കെ, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. മഹത്ത് ഭാരതീയ സമാജ് വ ഭാഷാമേ നയാപ്പൻ കി ശുരുവാത്ത്. അപ്പോൾ എന്താണ്, ഇതുവഴി നമ്മളുടെ ലാംഗ്വേജസിലൊക്കെ ഒത്തിരി ചേഞ്ചസ് തീർച്ചയായിട്ടും വന്നു. അത് ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, 4 പേര് അറിയാൻ തുടങ്ങി നമ്മുടെ ലാംഗ്വേജസിനെ കുറിച്ച്. കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ വരെ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഭരിക്കണമെങ്കിൽ, ഇവിടെ ആളുകളുമായിട്ട് സംസാരിക്കണമെങ്കിൽ എന്താണ്, ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അവരുടെ കഷ്ടപ്പാട് നോക്കണം. ഓക്കെ, അതുകൊണ്ടൊക്കെ അവർ ലാംഗ്വേജ് പഠിക്കുന്ന അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫോർട്ട് വില്യം കോളേജൊക്കെ വന്നത്. നമുക്ക് ബാക്കി പോയിന്റ്സിലേക്ക് നോക്കാം. യഹാം ബ്രിട്ടൻ കെ യുവ സിവിൽ അധികാരിയോं को प्रशिक्षित किया जाता था. അപ്പം സിവിൽ സർവീസിൽ വരുന്ന അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു ഈ ഒരു കോളേജിൽ. ഓക്കെ, കാരണം സിവിൽ സർവീസ് മീൻസ് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവരാണത് നിയന്ത്രിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ലാംഗ്വേജ് സ്കിൽസ് അവർ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കൂടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. കർമ്മചാരിയും വ അധികാരിയോं को ഭാരതീയ സംസ്കൃതി വ ഭാഷാओं को समझने का अवसर मिला. അപ്പോൾ ഇതുവഴി ബ്രിട്ടീഷുകാർക്ക് എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജ്, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടി. ഓക്കെ, संस्था में भारतीय व अंग्रेज विद्वान भारतीय भाषाओं के आधुनिकीकरण के लिए साथ रहकर कार्य करते थे. അപ്പോൾ ഇവിടെ എന്താണ്, ഇംഗ്ലീഷുകാരും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്കാരുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ നമ്മളുടെ ലാംഗ്വേജസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ഈ ഒരു കോളേജ് വഴി എന്താണ് പ്രയത്നിച്ചു. ओके, जॉन गिलक्राइस्ट ने कॉलेज में अपने निर्देशन में हिंदी और उर्दू दोनों में पुस्तकें तैयार करवाई. അപ്പോൾ ഹിന്ദുസ്ഥാനി വിഭാഗത്തിൻ്റെ അധ്യക്ഷമായിട്ട് വരുന്ന ജോൺ ഗിൽക്രൈസ്റ്റ് ഈ കോളേജിൽ എന്താണ്, ഹിന്ദു ഉറുദു ഇതിന് രണ്ടിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് ഇതിൽ പുസ്തകങ്ങൾ പുറത്തിറക്കി. ഈ സ്കോഷിഷ്മൻ ദോ പുസ്തകമായി അതിൽ വന്നിട്ടുള്ള 2 പുസ്തകമാണ്. പ്രേം സാഗർ ലല്ലുലാൽജിയുടെ ആണ്, 1810 ഈസ്വിയാണ് എൻ്റെ ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് സദൽ മിശ്രയുടെ നാസികേ ദോ ബാഖ്യാൻ. ഓക്കെ, ഈ 2 ടെക്സ്റ്റുകൾ ഓർത്തിരിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ ലല്ലുലാൽജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ओके, सन 1802 ईस्वी में कॉलेज काउंसिल ने भाषा मुंशी के पद पर लल्लूलाल जी की नियुक्ति की. അപ്പോൾ 1802 ഭാഷാ മുൻഷി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ലല്ലുലാൽ ജീനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, 1802 കൈ മഹത്വപൂർണ്ണ ഗ്രന്ഥമൊക്കെ അനുവാദ് കിയാ ഗയ. അപ്പോൾ ഇതുവഴി ഒത്തിരി രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, കാരണം അത് തന്നെയായിരുന്നു ഇതിൻ്റെ മെയിൻ ഫോക്കസും. ഫോർട്ട് വില്യം കോളേജിന് ആധുനിക് ഹിന്ദി और ബംഗാളി ഗദ്യക്ക് വികാസം യോഗ്ദാൻ ദിയ. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആധുനിക് ഹിന്ദി, മോഡേൺ ഹിന്ദി, അതുപോലെ തന്നെ മോഡേൺ ഹിന്ദി പ്രോസ് ഗദ്യ, അതും ബംഗാളി ഗദ്യ, ഇതിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിന് ഇത് ഒത്തിരി ഫോർട്ട് വില്യം കോളേജ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഭാരതീയ ഭാഷാओं को पढ़ाने के लिए विशेषज्ञ शिक्षकों और विद्वानों को नियुक्त किया गया. അപ്പോൾ എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് മെൻറ്റേഴ്സിനെ, എഡ്യൂക്കേറ്റേഴ്സിനെയൊക്കെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. കൈ ധർമ്മഗ്രന്ഥ ശാസ്ത്ര और ऐतिहासिक ग्रंथों को सरल भाषा में अनुवादित किया गया. അപ്പോൾ എന്താണ്, ഒത്തിരി റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട സയൻസുമായിട്ട് ബന്ധപ്പെട്ട രചനകളൊക്കെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു സ്ഥലത്തെ ലിറ്ററേച്ചർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മലയാളം ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജീവിത രീതികളും കൾച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നോർത്തിലെ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അവിടുത്തെ ജീവിത രീതിയും കൾച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള രചനകൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രശാസനിക് കാംകാജ് के लिए शब्दावली और പാഠ്യ സാമഗ്രി തയ്യാറാക്കി. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഭരണമൊക്കെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകം എന്താണ് വേർഡ്സ് ആവശ്യമാണ്. അപ്പോൾ ഒരു ശബ്ദാവലി, ഡിക്ഷണറീസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കാരണം ഒഫീഷ്യൽ ഒത്തിരി വേർഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. ആധുനിക് ഹിന്ദി ഗദ്യക്ക് ലോക്പ്രിയ ബനാനെ में इसका बड़ा योगदान था. ഹിന്ദി ഗദ്യ ആ ഒരു സാഹിത്യത്തിന്
ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടന്നു ഇവിടെ. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഹിന്ദി ഒരു ഗദ്യരചന നിങ്ങൾക്ക് വായിച്ചിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ വരുന്ന രചനകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സും ഒക്കെ വരുന്നത് ഗദ്യത്തിലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, കാരണം ഗദ്യം ബോറിംഗ് ആയിട്ട് തോന്നാം, പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാൾ മറ്റതൊക്കെ ഈസി ആയിട്ട് നോക്കും. ओके, नेक्स्ट പോയിന്റിലേക്ക് പോകാം. ये കോളേജ് ഭാരതീയ और പശ്ചിമി വിചാരോं के आदान प्रदान का കേന്ദ്രത. അപ്പം നമ്മളുടെ ഇന്ത്യൻ അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഇംഗ്ലീഷ് അങ്ങനെയുള്ള അവർ രണ്ടുപേരുടെയും വിചാരങ്ങൾ, തോട്ട്സൊക്കെ എന്താണ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടിനുള്ള ഒരു എക്സ്ചേഞ്ച് കൂടി ഇവിടെ നടന്നു. നമുക്ക് എന്താണ് പുറത്തുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു നേച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇന്ത്യക്കാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു ഈ ലാംഗ്വേജസ് ഒക്കെ അറിയുന്ന വഴി. ബ്രിട്ടീഷ് അധികാരി ഭാരതീയ സംസ്കൃതിക്ക് ബെഹത്തർ തരീക്കസ് സമസ്യൊക്കെ, അത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർക്ക് നമ്മളുടെ കൾച്ചറിനെ കുറിച്ചും നമ്മളുടെ രീതികളെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, അത് തന്നെയായിരുന്നു ഫോർട്ട് വില്യം കോളേജ് കൊണ്ടുവരാനുള്ള അവരുടെ ലക്ഷ്യം. അത് തന്നെയായിരുന്നു പിന്നിലെ ലക്ഷ്യം. ഭാരതീയ ഭാഷാओं के अलावा വിജ്ഞാൻ और പ്രശാസനിക വിഷയവും पर भी काम हुआ. അപ്പോൾ എന്താണ്, ഇന്ത്യൻ ലാംഗ്വേജസ് കൂടാതെ സയൻസിലും പൊളിറ്റിക്സ് അങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ ഇവിടെ എന്താണ് വർക്കുകൾ നടന്നു. ये കോളേജ് शिक्षा और ज्ञान के विस्तार के लिए एक बहुमूल्य संसाधन बन गया. അപ്പോൾ എന്താണ്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടന്നു. അപ്പോൾ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു बिगिनिंग തന്നെയായിരുന്നു ഫോർട്ട് വില്യം കോളേജ്. जैसे जैसे ब्रिटिश शासन में शिक्षा प्रणाली में बदलाव हुए कॉलेज की प्रासंगिकता कम होती गई. അപ്പോൾ നമുക്കറിയാം ഫോർട്ട് വില്യം കോളേജ് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ഇന്ത്യൻ ലാംഗ്വേജസ് പഠിപ്പിക്കുക. അപ്പോൾ അവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഫോർട്ട് വില്യം കോളേജിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവുമോ? ഇല്ല. കാരണം വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്താണ് ഈ കോളേജിൻ്റെ ഇമ്പോർട്ടൻസ് പതിയെ പതിയെ കുറഞ്ഞു വന്നു. ധീരെ ധീരെ കോളേജ് ഔപചാരിക രൂപ സെ ബന്ദ് ഹോ ഗയ. പതിയെ പതിയെ ഇത് ഒഫീഷ്യലായിട്ട് നിർത്തി. ഓക്കെ, 24 फरवरी 1854 ईस्वी में सरकारी आदेश से इस संस्था को समाप्त कर दिया गया. ഓക്കെ, 1854 ഒഫീഷ്യലായിട്ട് ഇത് നിർത്തി. ഫോർട്ട് വില്യം കോളേജിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തി. അപ്പം ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഒക്കെ ഇത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിൻറ്റ്സിലൂടെ നമുക്ക് ഒന്നുകൂടി പോകാം. എന്നിട്ട് നമുക്കിതിൻ്റെ PYQ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഓക്കെ കുളത്തിലേക്ക് തന്നെ പോവാം. സ്ഥാപനം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1800 ईस्वीയിലാണ്. സ്ഥാപകമാണ് ലോർഡ് വെല്ലസ്ലി, തത്കാലീൻ ഗവർണർ ജനറൽ. സ്ഥാൻ കൊൽക്കത്തക്ക് ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ് അതിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത്. ഉദ്ദേശിച്ച് ബ്രിട്ടീഷ് അധികാരിയോങ്കോ ഭാരതീയ ഭാഷാങ്കോ സിഖാന. മഹത്ത് എന്ന് പറയുന്നത് ഓക്കെ അത് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന ഓക്കെ 2 ടെക്സ്റ്റുകൾ പ്രേംസാഗർ നാസികേതോപാഖ്യാൻ, അതും ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് അതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഇവിടെ ആയിരുന്നു. ഓക്കെ, ഫോർട്ട് വില്യം കോളേജ്. ഓക്കെ, ഹിന്ദുസ്ഥാനി വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് വന്ന ഗിൽക്രൈസ്റ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് വരുന്നത് ഭാഷാ മുൻഷിക്ക് പത്പർ, ആ ഒരു പൊസിഷനിൽ വന്ന ലല്ലുലാൽജി ആണ്. പിന്നെ ഒത്തിരി ഗ്രന്ഥങ്ങളുടെയൊക്കെ ട്രാൻസ്ലേഷൻ ഇവിടെ നടന്നു. ഹിന്ദി ഓർ ബംഗാളി ഗദ്ദിക്ക് വികാസ്. ഓക്കെ, അങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ. അപ്പം നിങ്ങൾ ഇത് PDF ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒത്തിരി പോകുന്നില്ല, ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ 1854 ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ നോട്ട് PDF ആയിട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടന്ന കേട്ടറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ നമുക്ക് പോകാം. ഫോർട്ട് വില്യം കോളേജ് का योगदान किस क्षेत्र में है? ഓക്കെ, അപ്പോൾ ഇത് ഏതൊരു മേഖലയിലാണ് ഇത് ഏതൊരു മേഖലയിലാണ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തിച്ചത്? A. अपभ्रंश कविता का विकास. B. हिंदी गद्य का विकास. C. രീതിബദ്ധ കാവ്യ का विकास. D. ബ്രജ് ഭാഷ കവിത का विकास. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പം നിങ്ങളിത് നോക്കുക, എന്നിട്ട് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് ആൻസർ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പലരും കാണുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ തലേദിവസമൊക്കെ ആയിരിക്കും.
അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാനത് ലൈക്ക് കൊടുക്കും. ചിലപ്പോൾ എ ആയിരിക്കും, ചിലപ്പോൾ ബി, അങ്ങനെ ശരി ഉത്തരം തന്നെ ആവണമെന്നില്ല, പല ഓപ്ഷൻസ്. അപ്പം എന്താണ് ലൈക്ക് കമൻറ്റൊക്കെ ഞാൻ ചിലപ്പോൾ കൊടുക്കും, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്ത്. ഓക്കെ, അപ്പം പിന്നീട് ഈ വീഡിയോ കാണുന്ന ഒരാൾ കമൻറ്റ്സ് നോക്കുമ്പോൾ എന്താണ് എ ഓപ്ഷൻ ഒരാൾ കൊടുത്തിരിക്കുന്നു, ബി ഓപ്ഷൻ, എല്ലാത്തിനും ഞാൻ ലൈക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഞാൻ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്, എ കൊടുത്താലും ബി കൊടുത്താലും സി കൊടുത്താലും. ഓക്കെ, അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ആൻസർ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവരൊക്കെ ആണെങ്കിൽ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക, മീൻസ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നീട് എപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താലും എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതാണല്ലോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അറിയണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ വീണ്ടും വന്ന് കാണേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ നോക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയിലാണ് നിങ്ങൾ ഇന്ന ക്വസ്റ്റ്യന് കമൻറ്റ് റൈറ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ടത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് മറ്റുള്ളവരെ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത്. ഇപ്പോൾ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ, കാരണം ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം നേരത്തെ പണ്ടൊക്കെ ചെയ്ത വീഡിയോ ആണെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ നോക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഗൈസ് സീ യു ഓൺ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.